നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം. വല്ലാത്തൊരു പോരാട്ടമാണ് നമ്മൾ കണ്ടത്. വാങ്കഡയിൽ ശരിക്കും റൺമഴ പെയ്തു. മാൻ ഓഫ് ദി മാച്ച് സഞ്ജു സാംസൺ. തീർച്ചയായിട്ടും മലയാളി ക്രിക്കറ്റ് പ്രേമികൾ കാത്തിരുന്ന് ആഗ്രഹിച്ച നിമിഷങ്ങളാണിതൊക്കെ. ക്വാർട്ടർ ഫൈനൽ എന്ന് വിളിക്കാവുന്ന സൂപ്പർ 8 മത്സരത്തിൽ അദ്ദേഹം മാൻ ഓഫ് ദി മാച്ചായിരുന്നു. ഇതാ സെമി ഫൈനൽ മത്സരത്തിലും സഞ്ജു സാംസൺ മാൻ ഓഫ് ദി മാച്ച്. 42 പന്തുകൾ, 8 4 7 6 അടക്കം അദ്ദേഹം 89 റൺസ് അടിച്ചു. അദ്ദേഹം തിരികൊളുത്തി ടീം ഇന്ത്യ ആളി കത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. കിരീടം നേടാൻ ഇനിയിപ്പോൾ ഒരു സ്റ്റെപ്പ് മാത്രം അകലെയാണ് നമ്മുടെ ടീം. അപ്പോൾ ഈ സന്തോഷവേളയിൽ വിശദമായൊരു റിവ്യൂവിലേക്ക് പോവുകയല്ല. പക്ഷേ ഇന്ത്യൻ ടീം കളി പിടിച്ചത് എവിടെയാണെന്ന് ചോദിച്ചാൽ ഞാൻ ഉറപ്പിച്ചു പറയും, ജസ്പ്രീത് ബുംറയുടെ ഓവറുകൾ വഴിയാണ് ടീം ഇന്ത്യ കളി പിടിച്ചിരിക്കുന്നത്. യെസ്, എന്താ തർക്കം, എന്താ സംശയം? ഒരു വിക്കറ്റേ അദ്ദേഹം എടുത്തുള്ളൂ. പക്ഷേ വാങ്കഡയിൽ റണ്ണൊഴുകിയ പിച്ചിൽ ഏറ്റവും റണ്ണ് കൊടുക്കാൻ പിശുക്ക് കാണിച്ചത് അദ്ദേഹമാണ്. ഇംഗ്ലണ്ടിൻ്റെ മാരകായുധം എന്ന് വിശേഷിപ്പിക്കാവുന്ന അവരുടെ നായകൻ ഹാരി ബ്രൂക്കിനെ പറഞ്ഞു വിട്ടു. ഹാരി ബ്രൂക്ക് 6 പന്തിൽ 7 റൺസ് അടിച്ചത്. ബുംറയുടെ പന്തിൽ അക്സർ പട്ടേൽ പിടിച്ചാൽ മടങ്ങിപ്പോയത്. ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവും കൃത്യമായിട്ട് ബുംറയെ ഉപയോഗപ്പെടുത്തി. 18ാമത്തെ ഓവർ അദ്ദേഹം പന്തെറിഞ്ഞു. കാരണം പിന്നെ കാത്തു നിന്നാൽ ഒരു പക്ഷേ അവസാനം ഓവർ എറിയുമ്പോഴേക്കും കളി പോയിരിക്കും. കാരണം ബത്തലൊക്കെ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ 18ാമത്തെ ഓവർ എറിയിച്ചു. 18ാമത്തെ ഓവറിൽ വെറും 6 റൺസാണ് ജസ്പ്രീത് ബുംറ കൊടുത്തത് എന്ന് ഓർക്കണം. അവിടെയാണ് ടീം ഇന്ത്യ കളി പിടിക്കുന്നത്. യെസ്, ബുംറയാണ് യഥാർത്ഥത്തിൽ ഈ കളി നമുക്ക് അനുകൂലമാക്കി മാറ്റിയത്. വാങ്കഡയിൽ റണ്ണൊഴുകുമെന്ന് ഉറപ്പായിരുന്നല്ലോ. അവിടെ റണ്ണ് കൊടുക്കാതെ എറിഞ്ഞിടത്താണ് ടീം ഇന്ത്യ കളി പിടിച്ചത്. സഞ്ജു സാംസൺ മാൻ ഓഫ് ദി മാച്ച് വാങ്ങിയിട്ട് പറഞ്ഞില്ലേ, ഈ അവാർഡ് ശരിക്കും ബുംറയ്ക്ക് കൊടുക്കണമെന്ന്. അദ്ദേഹം പറഞ്ഞത് ദിസ് അവാർഡ് ഗോസ് ടു ജസ്പ്രീത് ബുംറ. അദ്ദേഹം ഉണ്ടായിരുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞാനിവിടെ മാൻ ഓഫ് ദി മാച്ച് വാങ്ങാൻ നിൽക്കുന്നുണ്ടാവുമായിരുന്നില്ല. ദി ഗ്രേറ്റസ്റ്റ് ബൗളർ ഓഫ് ദിസ് ജനറേഷൻ എന്നാണ് സഞ്ജു സാംസൺ പറഞ്ഞത്. ഈ കാലഘട്ടത്തിലെ ഗ്രേറ്റസ്റ്റ് ബൗളർ. എന്നാൽ കമൻട്രി ബോക്സിലിരുന്ന് പറഞ്ഞില്ലേ സുനിൽ ഗാവസ്കർ, ജസ്പ്രീത് ബുംറ ഈസ് വൺസ് ഇൻ എ സെഞ്ചുറി ബൗളർ. നൂറ്റാണ്ടിനൊരിക്കൽ പിറക്കുന്ന ബൗളർ, നൂറ്റാണ്ടിനൊരിക്കൽ പിറക്കുന്ന പ്രതിഭാസം. യെസ്, ജസ്പ്രീത് ബുംറ. കൃത്യമായ കണക്ക് ഞാനൊന്ന് പറയട്ടെ. ഈ കളിയിൽ ഓരോ ബൗളർമാരുടെയും ഇക്കണോമിക് റേറ്റ് ഒന്ന് നോക്കുക. ആർച്ചർ 15.2, മിൽ ജാക്സ് 10, ഒബേർട്ടൺ 12, സാം കറൻ 13.2, ആദിൽ റഷീദ് 10.2, ലിയാം ഡോസൻ 19, അർഷ്ദീപ് സിംഗ് 12.8, വരുൺ ചക്രവർത്തി 16, അക്സർ പട്ടേൽ 11.7, ശിവൻ ദ്യൂബെ 22, ഹാർദിക് പാണ്ഡ്യ 9.5, ജസ്പ്രീത് ബുംറ 8.2. യെസ് യെസ് യെസ്, അവിടെ തന്നെയാണ് നമ്മൾ കളി പിടിച്ചിരിക്കുന്നത്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.